Hello friends, welcome to 𝙤𝙤𝙬𝙯 സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം ആശംസിക്കുന്നു. അപ്പോൾ നമ്മൾ റീസെൻ്റ്ലി പെബിളുടെ നമ്മളൊരു വാച്ച് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു 3000 റേഞ്ചിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് സ്മാർട്ട് വാച്ച് ആണെന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഒരു സ്മാർട്ട് വാച്ച് തന്നെയാണ് നമ്മുടെ ബോട്ടിൻ്റെ ഏറ്റവും പുതിയതായിട്ട് റീസെൻ്റ്ലി നമ്മുടെ പ്രൈം ഡേയ്സ് ലോഞ്ച് ആയ നമ്മുടെ Xtend Pro എന്ന് പറഞ്ഞൊരു മോഡലാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. AMOLED ഡിസ്പ്ലേ ഒക്കെ വരുന്ന ബ്ലൂടൂത്ത് കോളിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു മോഡലാണ്. ഇപ്പോൾ ആക്ച്വലി ഇതിന് പ്രൈസ് കൂടിയിട്ടുണ്ട്, 4400 സംതിങ് റേഞ്ച് ആയിട്ടുണ്ട്. അന്ന് ലോഞ്ച് ഡേയാണ് നമുക്കൊരു 3500 റേഞ്ചിലേക്ക് വരാമെന്നുള്ളൂ. പക്ഷേ നമുക്കിപ്പോൾ ഇനി 2-3 ദിവസം കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ എന്താ പറയുക ഒരു ഫെസ്റ്റിവൽ ഗ്രീറ്റിംഗ് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പ്രൈസ് കുറഞ്ഞ് കിട്ടാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ മോഡലാണ്. അതായത് ബോട്ടിൻ്റെ തന്നെ മോസ്റ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 90-80% ഒക്കെ അവർ ഇമ്പോർട്ടർ അല്ല, നമ്മുടെ റീബ്രാൻഡ് ചെയ്ത സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അതായത് മെയ്ഡ് ഇൻ ചൈന റീബ്രാൻഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അതിൽ അവർ ചില പ്രോഡക്ട്സ് മാത്രമല്ല അവർ അവർ തന്നെ മേക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്തിട്ട് ബ്രാൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ Xtend Pro എന്ന് പറഞ്ഞാൽ പുതിയ ഇറങ്ങിയ വാച്ച്. അപ്പോൾ അതിൻ്റെ ബോക്സ് നമ്മളിപ്പോൾ ഈ കാണാം. എന്തായാലും നമ്മൾ ബോക്സ് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത് പരിചയപ്പെടുത്തി തരാം. നല്ല ക്വാളിറ്റി ബോക്സ് തന്നെയാണ്. അതിൽ നമുക്ക് ഇവിടെ ഇതിൻ്റെ 1.78 ഇഞ്ചസിൻ്റെ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് കോളിംഗ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഒരു ബ്ലൂ സ്ട്രാപ്പുള്ള മോഡലാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. ഇതിൽ എന്താ പറയുക Xtend Pro എന്ന് പറഞ്ഞാൽ Xtend Pro എന്ന് പറഞ്ഞാൽ മോഡൽ നെയിം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ജൂലൈ 2022 മാനുഫാക്ചറിങ്. MRP കൊടുത്തേക്കുന്നത് 9799 ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് അതിൻ്റെ പകുതി പ്രൈസ് ശരിക്കും അതിൻ്റെ ബൈയിങ് പ്രൈസ് പറഞ്ഞാൽ. നമുക്ക് ഇതിൽ ചാർജർ ഉപയോഗിക്കാൻ പറഞ്ഞേക്കുന്നത് 5 watt 2 ആംപിയറിനാണ് ഉണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്, IP68 ആണ് വരുന്നത്, ഓൾവേസ് ഓൺ മോഡ് ഉണ്ട്, ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. അതുപോലെ തന്നെ 700+ ആക്റ്റീവ് മോഡ്സ്, എവരി മൂവ് കൗണ്ട്സ് അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. ലൈവ് ക്രിക്കറ്റ് സ്കോർ ഉണ്ട്, കോൾ ആൻഡ് ടെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ വിത്ത് ക്വിക്ക് റിപ്ലൈസ് ഉണ്ട്. അതുപോലെ തന്നെ ക്ലൗഡ് ആൻഡ് കസ്റ്റം വാച്ച് ഫേസസ് ഉണ്ട്. കോമ്പാറ്റബിലിറ്റി വരുന്നത് നമുക്ക് Android 7 അബോ അല്ലെങ്കിൽ iOS 13 അബോട്ടാണ്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ കൊള്ളാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബോക്സ് അൺബോക്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയൊക്കെ നമുക്ക് എന്തായാലും നമ്മുടെ ഫോണിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് സ്മാർട്ട് വാച്ചിലേക്ക് പോകാം, സ്മാർട്ട് ഫോണിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബോക്സ്. നമ്മുടെ ബോട്ടിൻ്റെ Xtend Pro എന്ന് പറഞ്ഞ സ്മാർട്ട് വാച്ചിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആയി കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആയി നമ്മുടെ ബോട്ടിൻ്റെ TWS കാര്യങ്ങളൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്നതാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും കാണാത്തവർ പോയി കാണാൻ മറക്കണ്ട. നമ്മൾ ഗീവ് അവേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പങ്കെടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കിട്ടും. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഈ ബോക്സിൻ്റെ നമ്മുടെ ബോട്ടിൻ്റെ നമ്മുടെ പുതിയ സ്മാർട്ട് വാച്ചിൻ്റെ ബോക്സിലേക്ക് വരാം. ഇതിൽ ഓൾറെഡി നമുക്ക് പടം കാണുന്നുണ്ട്. ഒരു ബ്ലൂ സ്ട്രാപ്പായിട്ട് വരുന്നൊരു മോഡലാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. പിന്നെ നമ്മുടെ ബോട്ടിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്, Xtend Pro എന്ന് അവരുടെ മോഡൽ നെയിം താഴെ കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് നമുക്ക് ബ്ലൂടൂത്ത് കോളിംഗ് കൊടുത്തിട്ടുണ്ട്, 1.78 ഇഞ്ചസ് AMOLED ഡിസ്പ്ലേ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ബോട്ടിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മെയിൻ സ്പെക്സും കാര്യങ്ങളൊക്കെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഹാർട്ട് റേറ്റ് SpO2 ഉണ്ട്, IP68 ആണ്, ഓൾവേസ് ഓൺ മോഡ് ഉണ്ട്, ASAP ചാർജ് ഉണ്ട്, 700 ആക്റ്റീവ് മോഡ്സ് എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. ലൈവ് ക്രിക്കറ്റ് സ്കോർ, കോൾ ആൻഡ് ടെക്സ്റ്റ് നോട്ടിഫിക്കേഷൻ, കസ്റ്റം ഫേസസ്, വാച്ച് ഫേസസ്, കോമ്പാറ്റബിലിറ്റി മോഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാർജിങ് നോംസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഒരു ചാർജർ അഡാപ്റ്റർ അറ്റ് 5 watt 2 ആംപിയർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ഈ നമ്മുടെ OnePlusൻ്റെ ചാർജറൊന്നും ഉപയോഗിക്കരുതെന്ന് ഉദ്ദേശിച്ചു. നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു ഷോർട്ട്സും കാര്യങ്ങൾ കിട്ടണമെന്ന് വെച്ചാൽ നമ്മൾ അധികം ഈ ക്വിക്ക് ചാർജർ ഉപയോഗിക്കരുത് നമ്മുടെ TWSനും വാച്ചിനും കാര്യങ്ങളൊക്കെ. അപ്പോൾ വല്ലപ്പോഴും നമുക്ക് പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക. ചിലത് അത്ര പെട്ടെന്ന് ചാർജ് ആവില്ല, ചിലത് സപ്പോർട്ട് ആവില്ല. അപ്പോൾ വലിയ യൂസൊന്നും ഇല്ല. അപ്പോൾ നിങ്ങൾ നമ്മുടെ പ്രത്യേകിച്ച് 30 watt 65 watt ഒന്നും ഉപയോഗിക്കരുത് കേട്ടോ, കത്തിപ്പോവും സാധനം, ബോർഡ് പോവും. പിന്നെ MRP കൊടുത്തേക്കുന്നത് 9799 ആണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ബൈയിങ് പ്രൈസ് ഇപ്പോൾ 4500 സംതിങ് റേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഈ റേഞ്ചിൽ വരുന്ന ഒരു ബെസ്റ്റ് സ്മാർട്ട് വാച്ച് തന്നെ. നമുക്ക് ഇതിൻ്റെ സ്പെക്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിലും അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് കഴിയുമ്പോൾ നോക്കാം. അപ്പോൾ ഇതിൻ്റെ സീല് നമുക്ക് പൊട്ടിക്കാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാണുന്നതായിരിക്കും. ഇത് സീൽഡ് ബോക്സാണ്. അപ്പോൾ നമുക്ക് സീല് പൊട്ടിക്കണ്ടേ? സീല് പൊട്ടിക്കാൻ നമ്മുടെ ഒരു കുട്ടി കത്തി നമുക്ക് എടുക്കാം. 2 സൈഡിലും ഉണ്ട് കേട്ടോ. അപ്പോൾ 2 സൈഡിലും പൊട്ടിക്കാം നമുക്ക്. അവിടെ പൊട്ടിച്ചു, അവിടെയും പൊട്ടിച്ചു. ഇനി നമുക്ക് ജസ്റ്റ് വലിക്കില്ലാന്നുണ്ട് അല്ലേ? സീല് ഞാൻ പൊട്ടിച്ചല്ലോ. സീല് പൊട്ടിച്ചിട്ടുണ്ട്. ഇത് വലിക്കൽ തന്നെയല്ലേ? കണ്ടിട്ട് വലിക്കൽ പോലെ തന്നെ ഉണ്ട്. ഇത് നമ്മളൊന്ന് കണ്ടുപിടിച്ചിട്ട് വരാട്ടാ. അപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അത് നമ്മുടെ ആ ടൈപ്പിൻ്റെ തന്നെ ആയിരുന്നു കേട്ടോ. അത് നമുക്ക് ഈ സൈഡിലത്തെ ടൈപ്പും കൂടി പൊട്ടിക്കണമായിരുന്നു. അതുകൊണ്ടാണ് നേരത്തെ കിട്ടാണെന്ന്. അപ്പോൾ നമ്മുടെ മെയിൻ ഒരു ബോക്സ് അതിൻ്റെ മുകളിലത്തെ ഒരു കവറിങ് നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയും നമുക്ക് വേറൊരു സീലുണ്ട്. അപ്പോൾ നമുക്ക് ആ സീലും കൂടി പൊട്ടിക്കാം. ഇത് എനിക്ക് തോന്നുന്നു മാഗ്നറ്റിക് ബോക്സ് ആണെന്ന് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ
മാഗ്നറ്റുള്ള മോഡലാണെന്ന് തോന്നുന്നുണ്ട്. കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. നല്ല ഒരു ക്വാളിറ്റി പാക്കേജിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്കാൻ ദ QR കോഡ് ടു ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ടു പെയർ ദ വാച്ച് വിത്ത് ആപ്ലിക്കേഷൻ സെലക്ട് Xtend Pro എന്ന മൊബൈൽ ആപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗൂഗിൾ പ്ലേയും ആപ്പിൾ സ്റ്റോറും അങ്ങനെയുള്ള കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വാച്ച് ഇവിടെ ഇരിക്കുന്നത് കാണാം. ബ്ലൂടൂത്ത് കോളിംഗ് നല്ലൊരു പാക്കേജിങ് തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കണ്ടിരിക്കുന്നത് നല്ലൊരു പാക്കേജിങ് തന്നെയാണ്. വാച്ച് നമുക്ക് ഫസ്റ്റ് എടുത്ത് നോക്കാം. 1.78 ഇഞ്ച് AMOLED ഡിസ്പ്ലേ എന്നൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. വൈറ്റ് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. കൊള്ളാലോ, നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് സംഭവം. പക്ഷേ മെറ്റാലിക് ബിൽഡാണ്, പക്ഷേ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് കൊള്ളാട്ടോ, നല്ല ബിൽ ക്വാളിറ്റി വരുന്നുണ്ട്. നമുക്ക് ആക്ച്വലി ഒരു 10,000 സാധനത്തിൻ്റെ നമ്മുടെ ഒരു ബിൽ ക്വാളിറ്റി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ബട്ടണും അതുപോലെ തന്നെ ആ ബിൽഡ് ചെയ്ത മെറ്റീരിയലിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ നമുക്കിവിടെ 2 പോർട്ട് കാണുന്നുണ്ട് ചാർജിങ്. പിന്നെ സെൻസേഴ്സും കാര്യങ്ങളൊക്കെ ഒരു പ്ലാസ്റ്റിക് റാപ്പിംഗ് വെച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്ട്രാപ്പ് നമുക്ക് മാറ്റാൻ എളുപ്പത്തിനുള്ള സ്ട്രാപ്പ് തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ട്രാപ്പ് 20 mm ഇടാം. അതുപോലെ തന്നെ ഒരു ഫ്രണ്ടിൽ നമുക്കൊരു Xtend Proൻ്റെ ഒരു സ്റ്റിക്കർ വന്നിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് നോക്കി നോക്കാം. അപ്പോൾ ഈ സംഭവം മാറ്റാം. നമുക്ക് താഴെ ആയിട്ടൊരു ബുക്കൊന്നുമില്ല. ഇവിടെ നമുക്കൊരു വലിയൊരു കേസ് പോലെ സംഭവം വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഒരു കൊട്ട കണക്കിന് ഇവരുടെ ഇപ്പോൾ തരാറുള്ള പോലത്തെ അവർ നമുക്ക് ചാർജിങ് ക്രാഡിൽ നമുക്ക് ഇവിടെ എക്സ്ട്രാ തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇവിടെ നമുക്കൊരു താങ്ക് യു കാർഡുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഒരു കൊട്ട വലിയ ബുക്കുണ്ട്. ബുക്ക്ലെറ്റ് അല്ല, അവരുടെ പ്രൊഡക്ട്സിൻ്റെ ലിസ്റ്റുകൾ. പിന്നെന്താ, ഇത് ഹാൻഡ് ഫ്രീ ബ്ലൂടൂത്ത് കോളിംഗ് എന്നിട്ട് അവരൊരു കാർഡുണ്ട്. ഇത് നമുക്ക് അവരുടെ വാറണ്ടി രജിസ്റ്റർ ചെയ്യാനുള്ള കാർഡ്. പിന്നെ നമ്മുടെ അതിൻ്റെ മാനുവൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇതിൽ മാറ്റി വയ്ക്കാം. വാറണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടി വരും കേട്ടോ. നമുക്ക് ഓൺലൈനായിട്ട് സ്കാൻ ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കാം. എനിക്കിതിൻ്റെ ബിൽ ക്വാളിറ്റി സൂപ്പറാണ്. പക്ഷേ വെയിറ്റും ഇല്ലാത്തത് കണ്ടിട്ടാണ് എനിക്ക് ശരിക്കും ആക്ച്വലി ഞാൻ ഞെട്ടിയതിട്ടാണ് എടുത്തപ്പോൾ തീരെ വെയിറ്റ് ഇല്ല. അപ്പോൾ അതൊരു നല്ലൊരു കാര്യം തന്നെയാണ്. കണ്ടത് മാഗ്നറ്റിക് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ചാർജർ വരുന്നത് നമുക്കിങ്ങനെ നോർമൽ മാഗ്നറ്റിക് ആയിട്ടുള്ള ചാർജർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ സംഭവം എടുക്കാം. ഒരു എന്താ പറയുക കർവ് ഡിസ്പ്ലേ ആണ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉണ്ട്, പറയാണ്ടിരിക്കാൻ വയ്യ. നമുക്ക് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ സെൻസർ മറ്റേ കവറിങ് മാറ്റാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോൺ എടുക്കാം. നമുക്ക് അതിൽ ആപ്പും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ ആ ആപ്പും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ സെറ്റപ്പിലേക്ക് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പേര് ബോട്ട് ക്രസ്റ്റ് എന്നാണ് പേര്. റേറ്റ് നോക്കുകയാണെങ്കിൽ 2.6 ഒക്കെ ഉള്ളൂ. റേറ്റിംഗ് ഭയങ്കര കുറവാണ് ആപ്പിന്. അപ്പോൾ നമുക്ക് എന്തായാലും ഫോണിൽ നമ്മുടെ വാച്ച് സ്റ്റാർട്ടപ്പ് ചെയ്യാം. അപ്പോൾ ബോട്ടിൻ്റെ ലോഗോ വന്നു. പവർഡ് ബൈ പെട്ടെന്ന് ബൂട്ടായിട്ടാണ്. എന്ത് പെട്ടെന്ന് ബൂട്ടായി. കണക്ട് വിത്ത് ആപ്പ് ഫോർ ലൈവ് സ്കോർ എന്നിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ എംബിളും കാര്യങ്ങളൊക്കെ വരുന്ന 83% ചാർജ് ഉണ്ട്. നല്ല ഡിസ്പ്ലേ ഉണ്ട്, നല്ല ക്രിസ്പ് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ നമുക്ക് നൈറ്റ് മോഡ്, വാച്ചിൻ്റെ ബ്രൈറ്റ്നസ് നല്ല ബ്രൈറ്റ്നസ് ഉണ്ട്. നല്ല പഞ്ചിയാണ്, നിങ്ങൾക്ക് അറിയാൻ പോലെ ഡിസ്പ്ലേ ആണ്. അപ്പോൾ നമുക്ക് ഇനി ഇത് കണക്ട് ചെയ്യാം. വാച്ചിൻ്റെ അല്ല വെയിറ്റ് കണ്ടിട്ട് എനിക്ക് ശരിക്കും അത്ഭുതമായത്. വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് കൊടുത്തു. ടേൺ ഓൺ ബ്ലൂടൂത്ത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതാ മോഡലെന്ന് ഞാൻ കൊടുക്കുന്നുണ്ട് അവർ. അപ്പോൾ നമുക്ക് Xtend Pro ആണത്. Xtend Pro ഏറ്റവും ലാസ്റ്റായിട്ട് കാണാം. അപ്പോൾ അത് ഓൾറെഡി അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവൈലബിൾ ഡിവൈസ് ആയിട്ട്. അപ്പോൾ അത് അവൈലബിൾ ആയിക്കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ കാണിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് കണക്ട് കൊടുത്താൽ മതിട്ടാ. അപ്പോൾ ഈ ആപ്പിൻ്റെ ഒരു റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ വലിയ റിവ്യൂ ഇല്ല. എന്താ വെച്ചാൽ 2.6 ഉള്ളൂ. അപ്പോൾ ഒരു ആവറേജിൻ്റെ താഴെയെന്ന് പറയാം റേറ്റിംഗ് വൈസ്. അത് ഡിറ്റക്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. ചൂസ് എ ഡിവൈസ് ടു മാനേജ് ബൈ ബോട്ട് ക്രസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് പെയറിങ് കൊടുത്തു. അപ്പോൾ പെയർഡ് ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ബ്ലൂടൂത്ത് പെയറിങ് അലൗ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പെയർ കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ എത്ര മൈൽ സ്റ്റെപ്പ് സെറ്റപ്പ് ഗോൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 10,000 തന്നെ കൊടുക്കാം. ഡെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫേംവെയർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തൽക്കാലം ഇതിപ്പോൾ ചെയ്യേണ്ട ഒരു ഫേംവെയർ ചെയ്യാണ്ട് ഒരു പുറത്തേക്ക് വിടൂല എന്നുണ്ട്. അപ്പോൾ ഞാൻ പ്രൊസീഡ് കൊടുക്കുകയാണ്. അപ്പോൾ ഫേംവെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡൗൺലോഡ് ലേറ്റസ്റ്റ് ഫേംവെയർ എന്നിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അപ്ഡേറ്റ് കൊടുക്കുകയാണ്. എന്തായാലും ഡൗൺലോഡിങ് ഫേംവെയർ എന്നിട്ട് കാണിക്കുന്നുണ്ട്. ഇതിൽ കാണിക്കുന്നത് മേക്ക് ഷുവർ ഫോൺ ആൻഡ് യുവർ ഡിവൈസ് ഹാസ് മോർ ദാൻ 40% പറയുന്നുണ്ട്. എൻഷുർ യുവർ ഡിവൈസ് ആൻഡ് മൊബൈൽ റിമെയിൻ കണക്റ്റഡ് ത്രൂ ബ്ലൂടൂത്ത്. ഡു നോട്ട് ടേൺ ഓഫ് യുവർ ഫോൺ ബ്ലൂടൂത്ത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും ഓൾറെഡി ഇത് അപ്ഡേറ്റ് ആയി തുടങ്ങി. കണ്ടു
അപ്ഡേറ്റിംഗ് 39% പെട്ടെന്ന് ആവട്ടത്. നമ്മുടെ ഫോണിൻ്റെ പോലെ നമ്മുടെ ഫോണിൻ്റെ ആപ്പ് ഫേംവെയർ അപ്ഡേറ്റ് പോലെ ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ തന്നെ 70% ആയി. അപ്പോൾ ഇനി അത് ഇൻസ്റ്റാൾ ആവുക വേണ്ടോ നമ്മുടെ വാച്ചിൽ, അപ്പോൾ തന്നെ അത് ബൂട്ടായിട്ട് ആയിക്കോളും. ഇപ്പോൾ പെർസെൻറ്റേജ് നമ്മുടെ ഇതിന്ന് ഓൾറെഡി നമ്മുടെ വാച്ചിലേക്ക് സെൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടായിരിക്കും. ഇപ്പോൾ അത് അത് നമ്മുടെ വാച്ച് ഓഫ് ആയിട്ടുണ്ട്. അപ്പോൾ പ്ലീസ് വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇത് ആക്ച്വലി അത് ഡിസ്കണക്റ്റ് ആയിപ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ വാച്ച് ഇനി ഇൻസ്റ്റാൾ ആയിട്ട് റീസ്റ്റാർട്ട് ആയിട്ട് വരണം. അപ്പോൾ അവിടെ അത് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ വാച്ച് റീസ്റ്റാർട്ട് ആയിട്ടുണ്ട്. ടൈം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ നോട്ടിഫിക്കേഷൻ വന്നു ഫേംവെയർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് സക്സസ്ഫുള്ളി. അപ്പോൾ അതിൻ്റെ ഒരു ഹോം പേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മുടെ ആപ്പിൻ്റെ ടോട്ടൽ നമ്മുടെ ഒരു ഹോം പേജിൽ നമുക്ക് അതിൻ്റെ കാലറി, ഡിസ്റ്റൻസ്, അതുപോലെ ടോട്ടൽ സ്റ്റെപ്പ്, ഹാർട്ട് റേറ്റ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എനർജി മീറ്റർ, വെൽനസ് സ്ക്രൂ എന്നിട്ട് താഴെ കുറേ ഒരു ബഡ്ഡീസ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൈ ബഡ്ഡീസ്, അതുപോലെ സ്റ്റെപ്സ്, ഹാർട്ട് റേറ്റ്, SpO2 ഒക്കെ ഒരു സെപ്പറേറ്റ് ഉണ്ട്. ഗോൾസിനായിട്ട് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും പെയറിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മുടെ വാച്ചിലേക്ക് പോകാം. ഡിസ്പ്ലേ എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കിട്ടും. അപ്പോൾ മുകളിലായിട്ട് നമ്മുടെ ഈ ആൻഡ്രോയിഡിൽ കാണുന്ന പോലെ മുകളിൽ അതിൻ്റെ ചാർജിങ് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുറേ സ്റ്റെപ്സും ഹാർട്ട് റേറ്റും SpO2 കാര്യങ്ങളൊക്കെ കാണാം. ഡിസ്പ്ലേ നല്ല ഷാർപ്പ് ക്രിസ്പ് ഡിസ്പ്ലേ തന്നെയാണ്. ഈ റേഞ്ചിൽ എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് സംഭവം തന്നെയാണത്. മുകളിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ബാക്ക് തന്നെയാണ് അത്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെറ്റിങ്സിൽ പോവാം. സെറ്റിങ്സിൽ നമുക്ക് വാച്ച് ഫേസസ് ഉണ്ട്. കുറച്ച് വാച്ച് ഫേസ് ഓൾറെഡി ഇൻബിൽഡ് വന്നിട്ടുണ്ട്. ഇത് ബാക്ക് അടിക്കാം നമുക്ക്. അപ്പോൾ സ്ക്രീൻ സ്ലീപ്പിൻ്റെ ടൈം നമുക്ക് എത്രയാണെങ്കിൽ വയ്ക്കാം. അതുപോലെ തന്നെ ഓൾവേസ് ഡൗൺലോഡ് ആപ്പിൻ്റെയാണ് അത്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഓണാക്കാം. അനലോഗ് വേണോ ഡിജിറ്റൽ വേണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. വൈബ്രേഷൻസ്, ഡോൺ ഡിസ്റ്റർബ്, സിസ്റ്റം മോഡ്, സിസ്റ്റംസിൽ നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ, ഫാക്ടറി റീസെറ്റ് ചെയ്യണമെങ്കിൽ, പവർ ഓഫ് ചെയ്യണമെങ്കിൽ ഒക്കെ നമുക്ക് ഇതിൽ പോയാൽ മതി. ബോട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് Xtend Pro അതിൻ്റെ നെയിമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ എന്താ പറയുക ബോട്ടിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്തത് നമ്മുടെ Xtend Pro എന്ന് പറഞ്ഞാൽ വാച്ച്. അപ്പോൾ ഇതിൽ ബ്ലൂടൂത്ത് കോളിംഗ് ഫീച്ചർ നമുക്ക് ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് ഇതാണ് നമ്മുടെ മെനു സിസ്റ്റം വരേണ്ടത്. അപ്പോൾ കോൾ ഫീച്ചർ തന്നെ ഫസ്റ്റ് വരുന്നുണ്ട്. ഡയലർ കാണിക്കാൻ നിങ്ങൾക്ക് ഇവിടെ. അപ്പോൾ ഇനീഷ്യലൈസിങ് ബ്ലൂടൂത്ത് കോളിംഗ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഡയൽ പാഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വന്നു. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു നമ്മുടെ സ്ക്രീൻ ടൈം പെട്ടെന്ന് മാറ്റി വയ്ക്കേണ്ടി വരും. കോൾ വന്നു, ഡയൽ വന്നു. ഞാൻ 121 അടിക്കുകയാണ്. 121 അടിച്ചു. ഇവിടെ എൻ്റെ ലോക്ക് ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ കോളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ കാണണ്ടായിരിക്കും. അത് കട്ടായി. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി നേരത്തെ കണ്ടുകൊണ്ടിരിക്കും. എൻ്റെ ലോക്ക് വരണം നമ്മുടെ കോൾ വിളിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ കട്ടായത്. എന്താ വെച്ചാൽ 121 എൻ്റെ ഇല്ല, എൻ്റെ ജിയോ ആണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ഒന്ന് വിളിച്ച് കാണിച്ചാണ്. അപ്പോൾ സ്പീക്കർ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നന്നാവന്യ സാധ്യത. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ മൈക്കും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ബ്ലൂടൂത്ത് കോളിങ് കാര്യങ്ങളൊക്കെ വലിയ പ്രോബ്ലം ഇല്ലാത്ത സംഭവം തന്നെയായിരിക്കും. പക്ഷേ അതിൻ്റെ ബിൽഡ് ക്വാളിറ്റി കണ്ടിട്ട് ശരിക്കും ഞാൻ ഒന്നും ഞെട്ടിയെന്ന് തന്നെ പറയാം. ഞാൻ എന്തായാലും അത്യാവശ്യം കുറച്ച് നേരം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്തായാലും തിരിച്ചു വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മുടെ അതിലേക്ക് നമ്മുടെ സൗണ്ട് ഇത് നമ്മുടെ ഇതിൻ്റെ സൗണ്ട് നമ്മൾ കേൾക്കണം കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ എന്തായാലും കട്ട് ചെയ്യാണ്. അപ്പോൾ സ്പീക്കർ ക്വാളിറ്റിയും കൊള്ളാം. നല്ല സൂപ്പർ സാധനം തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അത്യാവശ്യം ക്ലിയർ ഒക്കെ ആവുന്നുണ്ട്. നമുക്ക് ഇതിൽ കൂടെ ഡയലും സുഖമായിട്ട് ആവുന്നുണ്ട്. അപ്പോൾ ഒരു നല്ലൊരു സംഭവം തന്നെയാണ്. എന്തായാലും ഈ പ്രൈസിൽ എന്തായാലും ഞാൻ എൻ്റെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ബെസ്റ്റ് ബൈ ലിങ്ക് ഇടാൻ താല്പര്യം ഡയറക്റ്റ് പോയിട്ട് വാങ്ങിക്കട്ടെ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും സംശയിക്കേണ്ടേ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.